ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. അസം, കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ ഒഴികെയുള്ള 4 ഇടങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് പ്രഖ്യാപനം നടത്തിയത്. All 126 assembly constituencies for Assam, the polling shall take place on 9th of April, Thursday, 2026. All 140 assembly constituencies of Kerala shall also go for polling on 9th April. Puducherry also will go along with Assam and Kerala. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase, and the counting shall be on the same day for all the 5 states/UT, that is 4th of May 2026. West Bengal, the 294 assembly constituencies, the polling shall be held in 2 phases. In the first phase 152 and the second phase 142. The date of poll shall be 23rd of April and 29th of April. And the counting shall be together for all, that is 4th of May 2026. 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അസമിൽ 126ഉം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളാണ് ഉള്ളത്. 234 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലാണ് ഇവിടെ പോളിംഗ്. ആദ്യഘട്ടത്തിൽ 152ഉം രണ്ടാം ഘട്ടത്തിൽ 142ഉം മണ്ഡലങ്ങൾ ജനവിധി എഴുതും. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. സമയക്രമം പ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തും പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ അതത് ഗസറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച് അതത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശങ്ങൾ നൽകി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ പ്രഖ്യാപനങ്ങൾ, നയതീരുമാനങ്ങൾ എന്നിവ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. In a democratic setup, the state and central governments, in their own wisdom, can take any policy or any other decision which they feel is appropriate. But once the model code of conduct comes into operation, any decision which affects the outcome of the elections or works in a way of inducement is not allowed. ഗവൺമെന്റ് പൊതു സ്വകാര്യ സ്വത്തുക്കളെ വികൃതമാക്കുന്ന വിധത്തിലുള്ള പ്രചാരണ വസ്തുക്കൾ നീക്കം ചെയ്യൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തി, ഔദ്യോഗിക വാഹനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് താമസസ്ഥലം ദുരുപയോഗം ചെയ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പൊതുഖജനാവിന്റെ ചെലവിൽ പരസ്യങ്ങൾ നൽകുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൌരന്മാരുടെ സ്വകാര്യത മാനിക്കപ്പെടണം. സ്വകാര്യ വസതികൾക്ക് പുറത്ത് പ്രകടനങ്ങളോ പ്രതിഷേധ പരിപാടികളോ പാടില്ല. ഉടമയുടെ സമ്മതമില്ലാതെ ഭൂമി, കെട്ടിടങ്ങൾ, മതിലുകൾ എന്നിവയിൽ പതാകകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കാൻ പാടില്ല. പൊതുജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർക്ക് ബന്ധപ്പെട്ട DEO അല്ലെങ്കിൽ ROയ്ക്ക് പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്ന 950 എന്ന കോൾ സെന്റർ ഉൾപ്പെടെ പരാതി നിരീക്ഷണ സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട്. ECI നെറ്റിലെ C-വിജിൽ ആപ്പ് ഉപയോഗിച്ച് പൌരന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. പരാതികൾ 100 മിനിറ്റിനുള്ളിൽ പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉടനീളം 5173-ലധികം ഫ്ലൈയിംഗ് സ്ക്വാഡുകളെ വിന്യസിച്ചിട്ടുണ്ട്.
ഇതിനു പുറമെ 5200-ലധികം സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ സാധ്യമാക്കുന്നതിനായി യോഗങ്ങൾക്കും ഘോഷയാത്രകൾക്കും മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ പോലീസ് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച നിരോധന ഉത്തരവുകൾ പാലിക്കേണ്ടതും ഉച്ചഭാഷിണികൾക്കോ മറ്റ് സൌകര്യങ്ങൾക്കോ ആവശ്യമായ അനുമതികൾ നേടുകയും വേണം. മന്ത്രിമാർ ഔദ്യോഗിക ചുമതലകളെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സംയോജിപ്പിക്കരുത്. ഗവൺമെന്റ് സംവിധാനം, വാഹനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പ്രചാരണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത്. പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനും എല്ലാ പാർട്ടികളോടും തുല്യ പരിഗണന ഉറപ്പാക്കുന്നതിനും ഔദ്യോഗിക സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ യോഗങ്ങൾ, ഘോഷയാത്രകൾ, പോളിംഗ് ക്രമീകരണങ്ങൾ എന്നിവ നീതിപൂർവ്വം നിയന്ത്രിക്കുകയും ക്രമസമാധാനം പരിപാലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്തുകയും വേണം. മൈതാനങ്ങൾ, ഹെലിപ്പാഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി തേടി രാഷ്ട്രീയ പാർട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ECI നെറ്റിൽ സുവിധ മോഡ്യൂൾ സജീവമാക്കിയിട്ടുണ്ട്. ഇവ ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ അനുവദിക്കും. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണ് ഉള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. വോട്ടിംഗ് മെഷീനുകളിൽ ഇക്കുറി സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പതിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സീറോ ടോളറൻസ് ടു എനി ഇലക്ട്രൽ മാൽ പ്രാക്ടീസ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുടെ നൂതനമായിട്ടുള്ള ഒരു വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ പ്രാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ എൻവയറമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ, ക്ലീൻ, റെസ്പോൺസിബിൾ ഇലക്ഷൻസ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ഫുള്ളി ആക്സസിബിൾ ആയിരിക്കണം. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് അടക്കം നമ്മുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ആക്സസിബിൾ ആവണം. അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 30,471 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നഗരമേഖലകളിൽ 6,130 ഗ്രാമീണ മേഖലകളിൽ 24,341 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിക്കുന്നത്. ഇവയിൽ 790 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 397 വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളും ആയിരിക്കും. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ കൊച്ചു കേരളവും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുക്കിനും മൂലയിലും ചായക്കടകളിലും നിരത്തുകളിലുമെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം ആർക്ക് ലഭിക്കും എന്നതായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചിരുന്നു. 6 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLAമാരും പട്ടികയിലുണ്ട്. CPI 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിലെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ വീണ്ടും ജനവിധി തേടും. GR അനിൽ നെടുമങ്ങാട്ടും, K രാജൻ ഒല്ലൂരിലും, P പ്രസാദ് ചേർത്തലയിലും, J ചിഞ്ചുറാണി ചടയമംഗലത്തും മത്സരിക്കും. 47 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP പുറത്തിറക്കി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും കഴക്കൂട്ടത്ത് V മുരളീധരനും മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ പത്മജ വേണുഗോപാലും ഒറ്റപ്പാലത്ത് മേജർ രവിയും ജനവിധി തേടും. കേരള കോൺഗ്രസ് എമ്മും 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാലയിൽ ജോസ് കെ മാണിയും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജും LDFനായി മത്സരിക്കും. റാന്നിയിൽ പ്രമോദ് നാരായണനും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തെങ്കലുമാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള NCP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. AK ശശീന്ദ്രൻ ഏലത്തൂരിലും തോമസ് K തോമസ് കുട്ടനാടും KT മുജീബ് മലപ്പുറത്തും LDFനായി മത്സരിക്കും.
RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായി കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ജനവിധി തേടും. NDA ഘടകകക്ഷിയായ BDJS-ഉം 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും ഉടൻ പുറത്തുവരും. സംസ്ഥാനത്ത് 3 പ്രമുഖ മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏറെ നാൾ മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. തുടർച്ചയായി 2 തവണ ഭരണം ലഭിച്ച LDF 3-ാം തവണയും ഭരണം നിലനിർത്തുമെന്ന് പ്രത്യാശിക്കുമ്പോൾ കഴിഞ്ഞ 2 തവണ LDF കാഴ്ചവെച്ച ഭരണത്തെ വിമർശിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഭരണം എന്ന വാഗ്ദാനവുമായി UDF-ഉം തെരഞ്ഞെടുപ്പ് ഗോദയിൽ സജീവമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ LDF, UDF മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഏറെ ശ്രമങ്ങളുടെ ഫലമായി കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുകയുണ്ടായി. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചും. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം 1957 മുതൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി 1957 EMS നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 15-ാം കേരള നിയമസഭയുടെ കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. 16-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് സംസ്ഥാനം തയ്യാറെടുക്കുന്നത്. 2026 ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണസാരഥ്യം ആർക്കാകുമെന്ന് 2026 മെയ് 4 വ്യക്തമാകും. അതിനായി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. അവതരണം ബിന്ദു വിനോദ്.